ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 20. ലോകത്തെ ഭയത്തിലാഴ്ത്തി യുദ്ധത്തിന്റെ കാർമേഘം. നവലോകക്രമം എന്ന കിനാവ് യാഥാർത്ഥ്യമാക്കാമെന്ന് ജനതതികളെ ബോധ്യപ്പെടുത്തിയ വിപ്ലവ സൂര്യനായ ലെനിന്റെ വിയോഗത്തിന് ഞായറാഴ്ച ഒരു നൂറ്റാണ്ട് തികയും. ജീവൻ തുടിക്കുന്ന മാനവികതയാലും നിസ്വരോടുള്ള കരുതലുകളാലും പ്രതിബദ്ധതയും സമർപ്പണവും കോർത്തിണക്കിയ ജാഗ്രതയാലും മാതൃകയായ അദ്ദേഹം യുദ്ധങ്ങൾക്കെതിരെ എപ്പോഴും മുന്നറിയിപ്പ് നൽകി. സാമ്രാജ്യത്വ അധിനിവേശങ്ങളെ ബഹിഷ്കരിക്കാൻ ആ രാജ്യങ്ങളിലെ അടക്കം സാധാരണക്കാരോട് ആഹ്വാനം ചെയ്യുകയുമുണ്ടായി. പലസ്തീനിലെയും ലെബനനിലെയും ഇസ്രയേൽ കടന്നാക്രമണങ്ങൾ അതിരുവിട്ട നിലയിലാണ്. 100 ദിവസം പൂർത്തിയായതിൻ്റെ അഗാധമായ പ്രത്യാഘാതങ്ങളിൽ പലസ്തീൻ്റെ 40% ഭാഗം ചതഞ്ഞറിഞ്ഞു. 1,00,000-നടുത്ത് ആൾനാശം. അതിൽ 2/3 പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും. 100-ലധികം പത്രപ്രവർത്തകരുടെ ജീവഹാനി. റഷ്യ ഉക്രൈൻ ഏറ്റുമുട്ടൽ ഫെബ്രുവരിയിൽ 2 വർഷം തികയും. 2 ലക്ഷത്തോളം നിരപരാധികൾക്ക് ജീവൻ നഷ്ടമായി. പല രാജ്യങ്ങളെയും വംശീയ ഏറ്റുമുട്ടലുകളും അതിരൂക്ഷ ആഭ്യന്തര സംഘർഷങ്ങളും കീറി മുറിച്ചിരിക്കുന്നു. ഹമാസിനെ ചൂണ്ടിയാണ് ലെബനനിലെ ഇസ്രയേൽ ആക്രമണം. ചെങ്കടലിലെ കപ്പലുകൾ ലക്ഷ്യമാക്കി ഹൂതികൾ അയച്ചുവിടുന്ന ആക്രമണങ്ങൾക്ക് തടയിടാനെന്ന് പ്രഖ്യാപിച്ചാണ് യമനിലെ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത സൈനിക നീക്കം. നോക്കിയിരിക്കില്ലെന്ന് ഹൂതികളും സൈനിക നീക്കം മുറുക്കുമെന്ന് അമേരിക്കയും ഉറപ്പിച്ചതോടെ അശാന്തി കത്തുകയാണ്. 32 രാജ്യങ്ങളിൽ യുദ്ധമോ സമാനമായ അവസ്ഥയോ നിലനിൽക്കുന്നു. അത്തരം മുറിവുകൾക്കിടയിലാണ് ഇറാൻ പാകിസ്ഥാൻ ഉരസലുകൾ. തീവ്രവാദ സംഘടനയായ ജെയ്ഷൽ അദിലിന്റെ 2 ബലൂചിസ്ഥാൻ താവളങ്ങളിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണം 2 കുട്ടികളെ വധിച്ചു. ഒരു ദിവസ സമയത്തിനുള്ളിൽ ഇറാഖിലും സിറിയയിലും പാകിസ്ഥാനിലും ഇറാൻ ആക്രമണം നടത്തി. സിറിയയും ഇറാഖിനെയും പിന്തുടരുന്നത് ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ താവളങ്ങൾ ലക്ഷ്യമിട്ടാണെന്നാണ് വിശദീകരണം. ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളിലെ ഇറാനിയൻ പട്ടാളക്കാരെ തീവ്രവാദ സംഘടനകൾ ആക്രമിച്ചതാണ് പാകിസ്ഥാനെതിരായ പ്രകോപനമായത്. റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആയിരുന്നു നേതൃത്വത്തിൽ. 2023 ആരംഭത്തിലും ഡിസംബറിലും 2024 ജനുവരി ആദ്യത്തിലും ഇറാൻ സേനയെ ആക്രമിച്ചിരുന്നു. 2012 രൂപീകരിച്ച ജെയ്ഷൽ അദിൽ ബലൂചിസ്ഥാനിലും ഇറാനിലെ സിസ്റ്റാനിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് വിപുലമായ സ്വാതന്ത്ര്യം വേണമെന്ന് 2019 10,000-കണക്കിന് ഇറാൻകാരും കോർപ്സ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അൽ ജഫ്രിയും മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയോട് ആവശ്യപ്പെടുകയുണ്ടായി. 5 കൊല്ലത്തിന് ശേഷം ഇബ്രാഹിം റൈസിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീവ്രവാദ സംഘടനകളുടെ ശേഷി നിയന്ത്രിക്കാൻ ശ്രമം നടത്തി. ജെയ്ഷൽ അദിലിന്റെ പാക് ആസ്ഥാനം നിരന്തര മിസൈൽ വർഷത്തിൽ തകർത്തതായി ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെട്ടു. 2010 അബ്ദുൽ മാലിക് റിഗി വധശേഷം ജെയ്ഷൽ അദിലും സേനയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ രൂക്ഷമാകുമെന്ന് ഇറാൻ ഭരണ നേതൃത്വം കരുതിയിരുന്നില്ല. ബലൂചിസ്ഥാനിലെ വ്യോമാക്രമണത്തിന് പാകിസ്ഥാൻ കനത്ത മറുപടി നൽകി. 48 മണിക്കൂറിനകം ഉണ്ടായ പ്രത്യാക്രമണത്തിൽ 9 പേർ മരിച്ചു. എന്നാൽ വധിക്കപ്പെട്ടവരെല്ലാം 4 കുട്ടികളും 3 സ്ത്രീകളും ഉൾപ്പെടെ വിദേശികളായിരുന്നു. പക്ഷേ ഭീകര സംഘടനകളായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിൻ്റെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെയും ഇറാനിലെ രഹസ്യ താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നാണ് പാക് സൈനിക വൃത്തങ്ങളുടെ ന്യായീകരണം. ബലൂചിസ്ഥാൻ മേഖലയെ ചൊല്ലി നടക്കുന്ന ചോരക്കളിയെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നടുക്കത്തോടെയാണ് വീക്ഷിക്കുന്നത്. പുതിയൊരു യുദ്ധമുഖം തുറക്കാനുള്ള സാധ്യതയും ആശങ്ക പടർത്തുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം കൈവിട്ടു പോകുമോ എന്നാണ് ലോകത്തിലെ സമാധാനവാദികൾ ഉറ്റുനോക്കുന്നത്.